നമ്മളെ 3 വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളിയിലെ അജിഫാനി വന്ന് ഫുഡ് കഴിച്ചതാണ്. 3 വർഷം മുമ്പ് ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിരുന്നു. അവിടുത്തെ മട്ടൻ മന്തി സൂപ്പറായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വരുന്നത്. ഇടയ്ക്കാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരു വലിയ ഹോട്ടൽ തുടങ്ങി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ കഴിഞ്ഞ ദിവസം പോയായിരുന്നു കഴിക്കാൻ. ഹോട്ടലിൻ്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. കഴിക്കാൻ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല, എൻ്റെ കൂടെ വന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് അജിഫാനിലാണ്. 3 വർഷം മുമ്പ് കഴിച്ചത് അടിപൊളിയായിരുന്നു. ഇന്നത്തെ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. നേരെ അജിഫാനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മട്ടൻ വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അവർ കൊണ്ടു തന്നു. എന്തായാലും കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. കാരണം മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വേവണം. ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം മട്ടൻ കിട്ടാൻ. ഇത് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സും വയറും നിറയണം അല്ലേ? അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത്. എന്തായാലും മട്ടൻ മന്തി എത്തിയിട്ടുണ്ട്, നമുക്ക് കഴിച്ച് നോക്കാം. കഴിച്ചിട്ട് ഞാൻ കൃത്യമായ അഭിപ്രായം നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് 3 വർഷമാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളത്. അന്നൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് കഴിച്ചുകൊണ്ട് വീണ്ടും വന്ന് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ടൈമിലൊക്കെ. ആ ഒരു ഇത് തന്നെയാണോ ഇപ്പോഴും നമുക്ക് നോക്കാം. എന്തായാലും കഴിച്ചിട്ട് നിങ്ങളോട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുന്നത്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. മട്ടനില്ല, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മട്ടൻ ഇങ്ങനെ പോലെ വരുന്നുണ്ടോ? അടിപൊളി, സൂപ്പറാണ്. സൂപ്പറാണ്. പ്രത്യേകം പറഞ്ഞ മട്ടനാണ്. മട്ടൻ ഇതുപോലെ വരും. അടിപൊളി. നമ്മൾ അജിഫാനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അത് അജിഫാൻ എന്നായിരുന്നു ആദ്യം പേര്, ഇപ്പോൾ അജിഫ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇനി ഓണർഷിപ്പ് മാറിയോ ഓണർമാർ മാറിയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഫുഡിന് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. അതേപോലെ നമ്മളൊരു 3-4 വർഷം മുമ്പ് കഴിച്ച അതേ ടേസ്റ്റാണ് ഫുഡിന്. അടിപൊളിയായിരുന്നു. നല്ല വെന്ത് സോഫ്റ്റായ മട്ടനായിരുന്നു. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്. ഇന്ന് ഫുള്ള് ഹോട്ടലിൽ നിന്നൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയല്ല ഉള്ളത്, അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ തന്നെ നമ്മൾ ഫുഡ് വെച്ച് കഴിക്കും. നമുക്ക് ട്രാവൽ ചെയ്യുമ്പം ഫുഡ് വെച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഹോട്ടൽ ഫുഡ് കഴിവതും ഒഴിവാക്കും. പിന്നെ ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്യും. നല്ല വെറൈറ്റി ഫുഡൊക്കെ കിട്ടുന്നിടത്ത് നമ്മൾ കഴിക്കുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ യാത്ര ഇന്ന് ഇടുക്കി ജില്ലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ചൊരു അരമണിക്കൂറിനുള്ളിലെ ഇടുക്കി ജില്ലയിലേക്ക് നമ്മുടെ യാത്ര പ്രവേശിക്കും. കുട്ടിക്കാനം വഴിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിന്യൂ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ യാത്രാ വിശേഷങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് വഴി പറയാം. ഇനിയും നല്ല നല്ല എൻ്റെ യാത്രാ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. സൈനിങ് ഓഫ്, നൗഷാദ്.